ഹായ് ഹലോ. എനിക്ക് ജാസിയോട് പറയാനുള്ളതാണ്, മെസ്സേജാണ്. ഈ മുഹമ്മദ് ജാസി ഇപ്പം സമൂഹത്തിലിറങ്ങി സ്ത്രീകളുടെ വേഷമൊക്കെ ഇട്ടിട്ട് നാട്ടുകാർക്ക് മൊത്തവും ചോദിക്കുന്നു മീഡിയയുടെ മുന്നിൽ നിന്നിട്ട് അവന് ആരുടെ ടോയ്ലറ്റിൽ കയറണമെന്ന്. അതായത് സ്ത്രീകൾക്ക് ടോയ്ലറ്റ് ഉണ്ട്, പുരുഷന്മാർക്ക് ടോയ്ലറ്റ് ഉണ്ട്, അവന് ആരുടെ ടോയ്ലറ്റിൽ കയറണം എന്ന്. അപ്പൊ സ്ത്രീകളുടെ ടോയ്ലറ്റിൽ അവന് കയറണം എന്നാണ് അവൻ പറയുന്നത്. അതെങ്ങനെയാടാ ജാസി? സ്ത്രീകളുടെ ടോയ്ലറ്റിൽ നീ എങ്ങനെ കയറും? നീ തന്നെ പറ. നീ ഒരു 35 വർഷം വരെ ഒരു പുരുഷനായിട്ട് അവിടെ ഇവിടെയൊക്കെ ജീവിച്ചു. അത് കഴിഞ്ഞ് നീ പെട്ടെന്ന് കേരളത്തിലേക്ക് കയറി 2025 പകുതിയിലായപ്പോൾ നീ കേരളത്തിൽ കയറി വന്നിട്ട് സാരി ഉടുത്തിട്ട് നീ എവിടേക്കോ പോയി എന്തൊക്കെയോ കുത്തി കയറ്റി വെച്ചിട്ട് നീ വന്നിട്ട് സ്ത്രീ എന്ന് പറഞ്ഞു നടക്കുന്നു. നിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് ഞങ്ങളുടെ ടോയ്ലറ്റിൽ കയറ്റുന്നത്? ഞങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിൽ നിന്നെ എങ്ങനെ കയറ്റും? നീ ഇതൊക്കെ സർക്കാരിനോട് ചെന്ന് പറയാൻ നോക്ക്. അല്ലാതെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിൽ മാത്രമേ നിനക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള നിന്റെ അത്ര സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അതിനൊന്നും ഞങ്ങളെ പോലുള്ളവര് ഒരിക്കലും യോജിക്കത്തില്ല. നിനക്കെന്താ ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഒക്കെ നിനക്ക് വാങ്ങിയെടുക്കണമെന്ന് ഇത്ര ആഗ്രഹം? നിന്നെ പോലെ മോശത്തരം പറഞ്ഞു നടക്കുന്നതല്ല മറ്റ് ട്രാൻസ്ജെൻഡേഴ്സ്. അവര് ശരിക്കും നല്ല രീതിയിൽ സർജറി ചെയ്തു അവരെ ഒരു ട്രാൻസ് വുമണായിട്ട് കൺവേർട്ടായി അവരുടെ എല്ലാം ആറ്റിറ്റ്യൂഡും അതിലേക്ക് മാറ്റി എടുത്തിട്ടാണ് അവരൊരു ട്രാൻസ് വുമൺ എന്ന് പറയുന്നത്. നീ അങ്ങനെയാണോ ജാസി? നീ എന്തോ ഈ പറഞ്ഞു നടക്കുക? നീ എവിടെ കുറച്ച് പ്ലാസ്റ്റിക് എടുത്ത് തിരുമ്പി കയറ്റി വെച്ചിട്ട് നീ വന്ന് പറഞ്ഞു സ്ത്രീയാണ്. അത് 35 കൊല്ലങ്ങൾക്ക് ശേഷം. നീ ആലോചിക്കണം. നിന്നെ ഞാൻ ദേരെ ദുബായിൽ വെച്ച് കണ്ടിട്ടുള്ളതാണല്ലോ, ഗോൾഡ് സൂക്കിൽ. നീ എന്നെ കണ്ടില്ല, പക്ഷെ നിന്നെ ഞാൻ കണ്ടിട്ടുള്ളതാ. അപ്പോഴൊക്കെ നീ ഒരു പുരുഷന്റെ മാതിരി തന്നെ ആയിരുന്നല്ലോ. ഒരു ട്രാൻസിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായി നീ ജനിക്കും മുതലേ നീ അങ്ങനത്തെ ഒരുത്തനായിരിക്കണം. അത്തരം മനോഭാവമുള്ള ആൾക്കാരായിരിക്കണം. പക്ഷെ നീ കല്യാണം കഴിച്ച ഒരു സ്ത്രീയുടെ കൂടെ കുറച്ചു നാൾ ജീവിച്ചു, നീ ഒരു ഭർത്താവായി, എല്ലാം കഴിഞ്ഞിട്ട് നിനക്ക് ഇച്ചിരി പേരും പെരുമിക്കും വേണ്ടിയിട്ട് നീ ദുബായി വിട്ട് അവിടെ എന്തോ ഒരു മോഷണം നടത്തി, ലുലുവിൽ നിന്നെ മോഷണം നടത്തി പിടിച്ചാണെന്നാ അറിഞ്ഞിട്ടുള്ളത്. അതൊക്കെ നടത്തി നീ ഇങ്ങോട്ട് വന്നിട്ട് സ്ത്രീ എന്ന് പറഞ്ഞ് നീ ഇതാക്കാൻ നോക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? ഞങ്ങൾ സ്ത്രീകൾക്കുള്ള എല്ലാ ബെനിഫിറ്റും നിനക്ക് വേണമെന്നാണോ നിന്റെ പ്രശ്നം? അത് നടക്കുന്ന കാര്യമല്ല ജാസി. നിനക്കൊക്കെ കക്കൂസും കുളിമുറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ പോയി സർക്കാരിനോട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നടപ്പാക്കാൻ നോക്ക്. അല്ലാതെ യഥാർത്ഥ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിൽ വന്ന് നിനക്ക് അതെന്തായാലും നടക്കാൻ പോകുന്നില്ല ജാസി, കേട്ടോ. ഞങ്ങൾ സ്ത്രീകൾ മാത്രം യൂസ് ചെയ്യുന്ന ടോയ്ലറ്റിൽ നിന്നെ പോലെ ഒരുത്തന്നെ ഞങ്ങൾ കയറ്റുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് പബ്ലിക്കിൽ എവിടെയായാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിൽ ഞങ്ങൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാനുള്ളതാണ് പുരുഷന്മാരുടെ ടോയ്ലറ്റ്. അപ്പം നിങ്ങൾക്കൊക്കെ എന്ത് വേണമെന്ന് പറഞ്ഞാൽ നീ പുരുഷന്മാരുടെ ടോയ്ലറ്റിൽ പോയിക്കോ. നീ പുരുഷനാണല്ലോ. നീ 2 പ്ലാസ്റ്റിക് തൊലി പൊട്ടിച്ച് അവിടെ കുത്തിക്കെട്ടി വെച്ചിട്ട് നീ സ്ത്രീ എന്ന് പറഞ്ഞ് സാരിയും ഉടുത്ത് ചുരിദാർ ഉടുത്തുകൊണ്ട് വരുമ്പോൾ ഞങ്ങളെന്തോ നിന്നെ അങ്ങനെ അങ്ങ് സ്ത്രീയായിട്ട് അങ്ങ് പരിഗണിക്കണോ? പിന്നെ നീ നിന്റെ പാസ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു. പാസ്പോർട്ടിൽ നീ സ്ത്രീ ആയെന്ന്. അതേതാടാ? നിന്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ നീ മുഹമ്മദ് ജാസി എന്നാണ്. കൂടാതെ നിന്റെ സർട്ടിഫിക്കറ്റിൽ മുഹമ്മദ് ജാസി എന്നാണ്. നിന്റെ ആധാർ കാർഡിൽ മുഹമ്മദ് ജാസി എന്നാണ്. പിന്നെ നീ എങ്ങനെയാടാ പാസ്പോർട്ടിൽ പുരുഷന് പകരം സ്ത്രീ ആക്കുന്നത്? നിനക്ക് അങ്ങനെ സൈൻ ചെയ്ത് തന്ന ഏത് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരാ ഉള്ളത്? ഞങ്ങളൊന്ന് അന്വേഷിക്കാടാ. നിനക്ക് മാത്രം ഒരു പ്രയോറിറ്റി തന്ന സ്ത്രീ എന്ന് പറഞ്ഞ് നിനക്കൊരു പാസ്പോർട്ട് ഈ കേരളത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലേ? നീ വെറുതെ ഒന്ന് തള്ളല്ലേ കേട്ടോ. വെറുതെ കിടന്ന് തള്ളി നീ അങ്ങ് മറിക്കരുത് കേട്ടോ. നീ ഞങ്ങള് സ്ത്രീകളുടെ എല്ലാ ബെനിഫിറ്റും നിനക്ക് വേണമെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ സംസാരിച്ചാൽ ഞങ്ങളൊക്കെ അത് കേട്ടോണ്ടിരിക്കണം. മറ്റുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും അവരാരും ഇങ്ങനെ ഞങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾ വന്ന് ചോദിച്ചു മേടിക്കുന്നില്ല. നീ ഒരുത്തന്നെ ഉള്ളൂ ഈ സമൂഹത്തിൽ കിടന്ന് ഇത്ര അതിക്രമം കാണിക്കുന്നത്. ഇനി നീ കൂടുതലായ നിന്റെ പേരിൽ ഞങ്ങൾ സ്ത്രീകളെല്ലാം കൂടെ ചേർന്ന് എന്തായാലും ഒരു കേസ് ഫയൽ ചെയ്യും, ഉറപ്പാ. ഞങ്ങളുടെ സ്ത്രീകളുടെ കാര്യങ്ങളിൽ ഞങ്ങളുടെ സ്ത്രീകൾക്ക് അവകാശമുള്ള കാര്യങ്ങൾ നീ എടുത്ത് പെരുമാറിയാൽ, നീ ഇത്തരം മോശം സ്റ്റേറ്റ്മെന്റുകൾ സമൂഹത്തിൽ നൽകിയാൽ, ഞങ്ങളുടെ സ്ത്രീകൾക്ക് കിട്ടുന്ന കാര്യങ്ങളിൽ ബെനിഫിറ്റിൽ നീ വന്ന് കൈതൊട്ട് ഞങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും നിനക്ക് വേണമെന്ന് നീ പ്രസ്താവിച്ചാൽ നിന്റെ പേരിൽ ഞങ്ങൾ നിയമ നടപടിക്ക് പോകും. അത് ഉറപ്പ് തന്നെയാണ്. നാണോ ഇല്ലേടാ നിനക്കൊക്കെ? കുറച്ചുനാള് പുരുഷൻ, കുറച്ചുനാള് സ്ത്രീ. സത്യത്തിൽ നീ ആരാ? ഇതുവരെയും മനസ്സിലാവുന്നില്ല. നീ ആരാ? ഇനി മെഡിസിറ്റിൽ പോയിട്ട് എന്ത് സർജറി ചെയ്തിരിക്കുന്നേ? നിന്റെ തൊലി അങ്ങോട്ട് പൊട്ടിച്ച് 2 സിലിക്കോൺ കെട്ടി വെച്ചു. ഇതല്ലേ നിന്റെ സർജറി? അല്ല നീ നിന്റെ ലിംഗമാറ്റ സർജറി ചെയ്തോ? ഇല്ലല്ലോ.
പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ ജാസി? നിർത്തിക്കോ നിന്റെ ഇത്തരത്തിലുള്ള വേഷം കെട്ടില്ല മീഡിയ വന്നിട്ട്. അതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ത്രീകളും കൂടെ നിന്റെ നേരെ തിരിയും, ഉറപ്പാ.